നമ്മളിൽ നിന്ന് പലരും പല രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ്. പല രോഗങ്ങളും വേദനകളും സങ്കടങ്ങളും എല്ലാം അല്ലാഹ് തിബ്ബുസ്വലാത്തിലൂടെ അല്ലാഹ് മാറ്റിത്തരട്ടെ. ആമീൻ. എല്ലാത്തിനും തിബ്ബുസ്വലാത്തിലൂടെ അല്ലാഹ് പരിഹാരം തരട്ടെ. ആമീൻ. പ്രായമുള്ള എത്രയോ ഉമ്മമാരുണ്ട്, ഉമ്മാമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഉപ്പാപ്പമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, കുഞ്ഞു പൂമ്പാറ്റ മക്കളുണ്ട്. അല്ലാഹ് ഞങ്ങളെ കുടുംബത്തിൽ ആരെല്ലാം രോഗികളാണോ തിബ്ബുസ്വലാത്തിലൂടെ അവർക്കെല്ലാം പരിപൂർണമായ ശിഫ നൽകണം അല്ലാഹ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് തിബ്ബുസ്വലാത്ത് ചൊല്ലുന്നൊരു 11 തിബ്ബുസ്വലാത്ത് ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള രോഗങ്ങൾ മാറണമെന്ന് നിയത്ത് വച്ചിരിക്കാം. മനസ്സിലുള്ള രോഗങ്ങളാണ് കിബർ, അഹങ്കാരം. നമ്മുടെ മനസ്സിന് വേണ്ട. ഞാൻ വലിയവനാണെന്ന് ചിന്ത വേണ്ട. ഈ മനസ്സിൽ ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ഇപ്പൊ ഈ നിമിഷം സ്വലാത്തിലൂടെ നഷ്ടപ്പെട്ടു പോവണം. സ്വലാത്തിലൂടെ മനസ്സ് ക്ലീൻ ചെയ്തെടുക്കണം. ഒരാളോടും വെറുപ്പില്ലാതെ, ഒരാളോടും പകയില്ലാതെ, ഒരാളോടും വൈരാഗ്യമില്ലാതെ മുത്തു റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ ആ സ്വലാത്തിലൂടെ നമ്മുടെ ഖൽബിനെ നമ്മൾ നന്നാക്കിയെടുക്കാൻ പോവാണ്. നമ്മുടെ മനസ്സിന്റെ അകത്ത് എന്തെല്ലാം രോഗങ്ങളുണ്ടോ, ഒരാളോടെ പിണക്കമുണ്ടെങ്കിൽ ഉറപ്പിക്കണം നമ്മുടെ ഖൽബിൽ രോഗമുണ്ട് എന്ന്. ഒരാളെ സലാം പറഞ്ഞിട്ടും മടക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ ഉറപ്പിച്ചോളി നിങ്ങളുടെ ഖൽബ് രോഗിയാണ്. ഖൽബിന്റെ രോഗം എങ്ങനെയാ തിരിച്ചറിയാം? ഖൽബിന്റെ രോഗം എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഒരു പനി വരുമ്പോ നമുക്ക് തിരിച്ചറിയാം, ശരീരം ഹീറ്റാവും, തളർന്നു പോകും. ഒരു ജലദോഷം വരുമ്പോ തിരിച്ചറിയാം, കണ്ണിന്റെ നിറം മാറിയിട്ടുണ്ടാകും, മൂക്കിന്റെ ശരീരത്തിന്റെ നിറം ചുവപ്പായിട്ടുണ്ടാകും, മൂക്കിൽ നിന്ന് വെള്ളമൊലിക്കും, ശരീരമാകെ ടയേർഡായിട്ടുണ്ടാവും. ഒരു തലവേദന വരുമ്പോ നമുക്കറിയാം, നെറ്റിയുടെ 2 ഭാഗം വേദനിച്ച് ഒന്ന് തല ഉയർത്താനോ ഒരാൾ സംസാരിക്കുന്നത് കേൾക്കാനോ ഒന്നിന് നമുക്ക് കഴിയൂല. ഓരോ രോഗവും നമ്മൾ തിരിച്ചറിയുന്നു, ഓരോ രോഗവും തിരിച്ചറിയുന്നു. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്, നിന്റെ ഖൽബിന് രോഗമുണ്ടെന്ന് നീ എങ്ങനെ മനസ്സിലാക്കണം? ഒരാളെ സലാം പറയുമ്പോ മടിച്ച അത് തിരിച്ച് മടക്കാൻ മടി വരുന്നുണ്ടോ? അവന്റെ ഖൽബിന് രോഗമുണ്ട്. മറ്റൊരാളെ കാണുമ്പോ ഏത് വിഷയത്തിലാണെങ്കിലും അസൂയ വരുന്നുണ്ടോ? അവരെ ഖൽബിന് രോഗമുണ്ട്. അവൻ എന്നെക്കാൾ ഉഷാറാവരുതെന്ന ചിന്ത വരുന്നുണ്ടോ? അവന്റെ ഖൽബ് രോഗമുള്ള ഖൽബാണ്. അവൾ എന്നെക്കാൾ ഉഷാറാവാൻ പാടില്ല എന്ന തോന്നൽ വരുന്നുണ്ടോ? അവളെ ഖൽബ് രോഗമുള്ള ഖൽബാൻ. അതുകൊണ്ട് ഖൽബിന്റെ രോഗം നമ്മളെ മാറ്റണം. ഖൽബിന്റെ രോഗം നമ്മൾ മാറ്റിയേ പറ്റൂ. അല്ലാഹുവേ, ഞങ്ങൾ അകവും പുറവും നിസ്വലാത്ത് കൊണ്ട് വൃത്തിയാക്കി തരണേ യജമാനനായ അല്ലാഹ്. അപ്പൊ ഒന്നാമത്തെ സ്വലാത്തിൽ ചെല്ലുമ്പോ ആനിയത്ത് വെക്കുക. ഖൽബിന്റെ രോഗം മാറണം, മനസ്സിന്റെ രോഗം. അതാണ് ആദ്യം മാറേണ്ടത്. ആദ്യം മാറേണ്ടത്. അപ്പോ നമ്മളൊക്കെ പറയണ മറുപടി എന്താ? എനിക്ക് ആരോടും വെറുപ്പില്ല, എനിക്ക് ആരോട് ദേഷ്യമൊന്നുമില്ല. എല്ലാരും പറയും, ഞാനും പറയാം. എനിക്ക് കിബറുണ്ടോ ചോദിച്ചാറാ? എനിക്ക് കിബറുണ്ട് ആരും പറയില്ല. എനിക്ക് കിബറൊന്നുമില്ല. അതിന് ഏറ്റവും വലിയ കിബറില്ല അറിയണത്. എനിക്ക് ആരുടെയും വെറുപ്പുണ്ടോ? ഒന്നും വെറുപ്പില്ല. പക്ഷേ ആ മനസ്സിന്റെ ഏതോ ഒരു ഭാഗത്ത് എവിടെയോ പഴിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റൂല. എവിടെയോ എന്നോ അന്ന് കുറെ മുമ്പ് അതെന്നെ പറഞ്ഞത്. ആ ഖൽബിന്റെ ആ ഒരു കറുത്ത പുള്ളി നീങ്ങുന്നത് വരെ നമ്മുടെ ഖൽബ് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടൂല.
ആരോടും വെറുപ്പില്ലാതെ. അപ്പോ 11 തിബ്ബു സ്വലാത്ത് ചെല്ലുമ്പോ ഒരൊറ്റ തിബ്ബു സ്വലാത്ത് ഇതിന് വേണ്ടി മാറ്റിവെക്കുക. ഒരൊറ്റ തിബ്ബു സ്വലാത്ത് ചെല്ലുമ്പോ ഞാനടക്കല്ല നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുക, ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് തിബ്ബു സ്വലാത്ത് കൊണ്ട് എന്റെ കൽബ് നന്നാവട്ടെ. തിബ്ബു സ്വലാത്ത് നമ്മൾ പറയല്ലേ, എന്താ ഓ നന്നാവാത്ത, നമ്മൾ നമ്മളിലേക്ക് നോക്കുക, എന്താ നമ്മൾ നന്നാവാത്ത, എന്താ നമ്മളിങ്ങനെ, നമ്മൾ പറയല എന്താ ഓ അങ്ങനെ, എന്താ ഓളങ്ങനെ. നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി, നമ്മളിലേക്ക് ഇറങ്ങണം. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാൻ, നീ നിന്നിലേക്ക് നോക്കുക, നീ നിന്നിലേക്ക് നോക്കി നിന്റെ പോരായ്മകൾ കണ്ടെത്തുക. ലോകത്തെ ഏറ്റവും വലിയ പാതകമാണ് മറ്റൊരാളുടെ ന്യൂനതകൾ കണ്ടെത്തുക എന്നുള്ളത്. നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനത കണ്ടെത്തുന്ന ആളാണോ? അതാണ് നിങ്ങൾ ഏറ്റവും വലിയ ന്യൂനത. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ ഒരാളെ ന്യൂനത കണ്ടെത്തി ഇങ്ങനെ നടക്കുകയാണ്, അതാണ് എന്റെ ഏറ്റവും വലിയ ന്യൂനത. ഞാൻ പറഞ്ഞ മനസ്സിലായി? നിങ്ങളെ ന്യൂനത, ഫിറോസ് ഖാന്റെ ന്യൂനത ഞാനിങ്ങനെ പറഞ്ഞെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനിങ്ങനെ കണ്ടെത്തി എടുക്കുകയാണെങ്കിൽ, അതാണ് എന്റെ ഏറ്റവും വലിയ ഫാൾട്ട്. എന്റെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ ഫാൾട്ട് ഞാൻ മറ്റുള്ളവരുടെ ന്യൂനത കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയാനോ കുറ്റം പറയാനോ തരം താഴ്ത്താനോ കുറ്റപ്പെടുത്താനോ ആയിട്ടില്ല. നമ്മൾ അത് ആ സ്റ്റേജിൽ എത്തിയിട്ടില്ല. ഇബാദത്തുകളൊക്കെ കുറവാണ്, സൽക്കർമ്മങ്ങളൊക്കെ കുറവാണ്. ഈ തുച്ഛമായ ആയുസ് തീരുന്നതിന് മുമ്പേ അല്ലാഹുവേ ഞങ്ങളെ കൽബ് അകവും പുറവും നീ നന്നാക്കി തരണേ റഹ്മാനെ, ആമീൻ. അപ്പൊ കൽബിന്റെ രോഗം മാറിയാ പിന്നെ ശരീരത്തിന്റെ രോഗമൊക്കെ മാറും. അതങ്ങനെയാണ്. കൽബിന്റെ രോഗം ആദ്യം മാറണം. അപ്പോ പിണക്കമുണ്ടെങ്കിൽ ഈ ഒരൊറ്റ തിബ്ബു സ്വലാത്താണ് നിങ്ങൾക്കുള്ള ചാൻസ്. ഒരൊറ്റ തിബ്ബു സ്വലാത്ത് തീരുമാനിക്കാം, ഇൻഷാ അല്ലാഹ്. ഓക്കെ ഉസ്താദേ, ഞാൻ റെഡിയാണ്. ഇന്നിപ്പോ ഒരു ഉമ്മ വന്ന് ചോദിച്ചു, ഉസ്താദ് ഞാൻ ഹജ്ജിന് പോവാണ്, ആങ്ങളെ എന്നോട് പിണക്കത്തിലാണ്. കഴിഞ്ഞ ഉംറക്ക് പോയപ്പോ ഞാൻ മിണ്ടിയിട്ടുണ്ട്, പക്ഷെ എന്നോട് തിരിച്ചു മിണ്ടിയിട്ടില്ല. ഉസ്താദെ ഞാൻ ഹജ്ജിന് പോവാൻ ഒരുങ്ങാണ്. ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങള് ഇന്ന് തന്നെ പോകണം, ആങ്ങളെ എന്റെ അടുക്കൽ ഇന്ന് തന്നെ പോകണം. ഞാൻ പൊയ്ക്കോളാം ഉസ്താദെ. അങ്ങനെയല്ല, ഇന്ന് തന്നെ പോകണം, ഇന്ന് പോകണം. ആങ്ങളെ തിരിച്ചു മിണ്ടിയാലില്ലെങ്കിലും ചീത്ത പറഞ്ഞാലില്ലെങ്കിലും നിങ്ങൾ ഇന്ന് തന്നെ പോവാം. നിങ്ങൾ നിങ്ങളെ ആ ഒരു കടമ നല്ല രൂപത്തിൽ നിർവഹിക്കുക. നമ്മൾ കടമ നിർവഹിക്കാൻ ഒരു സലാം എറിഞ്ഞു കൊടുക്കണ്ടല്ലോ, അസ്സലാമു അലൈക്കും എന്റെ കടമ നിർവഹിച്ചു, അതല്ല. കൃത്യമായ നിലക്ക് ഇൻഷാ അല്ലാഹ് സലാം പറയാം. അവരുടെ മനസ്സിൽ മടക്കാനും, അവരെ മനസ്സിൽ അത് മടക്കാനും, അവരെ മനസ്സിലെ സലാം മടക്കാനും നല്ല റാഹത്തിൽ മിണ്ടാനുള്ള മനസ്സ് അള്ളാഹു അവർക്കും കൊടുക്കട്ടെ, അള്ളാഹു അവർക്കും കൊടുക്കട്ടെ. അത്രേ ഉള്ളൂ. അപ്പോ ഒരാളുടെ മനസ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പോ ദേഷ്യമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, വൈരാഗ്യം ഉണ്ടാവാൻ പാടില്ല, വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല. അൽഹംദുലില്ലാ. അപ്പൊ സ്വലാത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ കൽബ് നന്നാക്കാൻ പോവാണ്. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് കരുതി എന്റെ കൽബ് നന്നാവണം. അല്ലാഹ് തിബ്ബു സ്വലാത്തിലൂടെ ഞങ്ങളെ കൽബൊന്ന് നന്നാക്കി തരണമല്ലാ, ഞങ്ങളെ കൽബൊന്ന് നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ കൽബൊന്ന് നന്നാക്കി തരണേ അല്ലാ. മുഅ്മിനീങ്ങളെ എല്ലാവരും വലത് കൈ ഇടത് ഭാഗത്ത് നെഞ്ചിനോട് ചേർത്ത് വെക്കുക. ഈ സ്വലാത്തിലൂടെ നമ്മുടെ കൽബ് നന്നാവണം. ഈ സ്വലാത്തിലൂടെ നമ്മുടെ മനസ്സിന് മാറ്റം വരണം. ഈ സ്വലാത്തിലൂടെ നമ്മുടെ മനസ്സിന് മാറ്റം വന്ന് തുടങ്ങണം. ഇല്ല റബ്ബേ, മുത്തുനബിയുടെ സ്വലാത്ത് ചൊല്ലിയിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ടാ ഞാൻ പറയുന്നേ, ഇനി എന്റെ കൽബില് പിണക്കമില്ല, ഇനി എന്റെ മനസ്സില് വൈരാഗ്യമില്ല, ഇനി എന്റെ മനസ്സില് ദേഷ്യമില്ല. വലത് കയ്യെ ഇടത് ഭാഗത്ത് നെഞ്ചത്ത് വെച്ചിട്ട് മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ ഞാൻ തീരുമാനിക്കുന്ന എന്റെ മനസ്സിലെ വല്ല രോഗങ്ങളും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് ചൊല്ലുന്നതിന് മുമ്പ് ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിലേക്ക് ഞാൻ ഓർമ്മ കൊണ്ടുവരികയാണ്. മുത്തുനബി മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ
സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, സ്വർഗത്തിൽ കടന്നു പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണോ? നിങ്ങൾ കാത്തിരുന്നോളൂ. ഇനി മദീന പള്ളിയുടെ കവാടം തുറന്ന് വരുന്നവൻ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്തവനാണ് സ്വഹാബ. സ്വഹാബത്തെല്ലാം കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു ആ കവാടത്തിലേക്ക്. ആരാണ് റബ്ബേ ആ ഭാഗ്യവാൻ? ആരാ കവാടത്തിലൂടെ കടന്നു വന്നത്? സാധാരണ ഒരു പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള പ്രിയപ്പെട്ട ഒരു സ്വഹാബിയാണ്. എന്നും ഞങ്ങളെ കാണുന്ന സ്വഹാബിയാണ്. ഞങ്ങളെപ്പോലെ മദീന പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു, ഞങ്ങളെപ്പോലെ മുത്തുനബിയുടെ ദർസിൽ പങ്കെടുക്കുന്നു, ഞങ്ങളെപ്പോലെ മുത്തുനബിയുടെ അനുയായിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ സ്വഹാബിയോട് ചോദിച്ചു, മോനെ, നീ ഞങ്ങളെപ്പോലെയുള്ള ഇബാദത്ത് മാത്രമേ എടുക്കുന്നുള്ളൂവല്ലോ, പക്ഷേ നിങ്ങളെക്കുറിച്ച് മുത്തുനബി സ്വർഗത്തിലാണെന്ന് പറയാനൊരു കാരണമുണ്ട്. ആ കാരണമെന്ന് പറഞ്ഞു തരാവോ? അറിവിന്ദിലാവിന്റെ മജ്ലിസ് കേൾക്കുന്ന കുടുംബങ്ങളെ, ആ പ്രിയപ്പെട്ട സ്വഹാബി അവിടുന്ന് മറുപടി പറഞ്ഞത് ഒരേ ഒരൊറ്റ കാരണമാണ്. ആ മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്നവരെ എന്റെ മനസ്സിൽ ഒരാളോടും എനിക്ക് പിണക്കമില്ല ഉമറേ. ഇന്നവരെ എന്റെ മനസ്സിന്റെ അകത്തൊരാളോടെ പിണക്കമില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ആരോടും പിണങ്ങിയിട്ടില്ല ഉമറേ. ഒരാളോട് ഞാൻ ദേഷ്യത്തോടെ സംസാരിച്ചിട്ടില്ല ഉമറേ. ഇന്നവരെ എന്റെ മനസ്സിന്റെ അകത്തൊരു മുസ്ലിമിനോടോ ഒരു മനുഷ്യനോടോ ഏതെങ്കിലും ഒരാളോട് എന്റെ മനസ്സിന്റെ അകത്തൊരു വൈരാഗ്യം ഇന്നവരെ ഞാൻ കൊണ്ട് നടന്നിട്ടില്ല ഉമറേ. അത് കാരണമാണ് മുത്തുനബി അദ്ദേഹത്തെ സ്വർഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞെങ്കിൽ അൽഹംദുലില്ലാഹ്, ഇനി നമുക്കും അതിൽ പെടണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അതുകൊണ്ട് ഒരൊറ്റ സ്വലാത്ത് ചൊല്ലുന്നു. എല്ലാവരും വലത് കൈ ഇടത് ഭാഗത്തെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോളെ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وخدانها وعلى آله وصحبه وسلم. എല്ലാരും രണ്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഊതാ. എല്ലാരും മുഖം തടവി കൊടുക്ക്. റബ്ബേ അല്ലാഹ്, തിബ്ബുസ്വലാത്തിലൂടെ ഞങ്ങളെ മനസ്സൊന്ന് നന്നാക്കുക അല്ലാഹ്. തിബ്ബുസ്വലാത്തിലൂടെ മരണം വരെ ഞങ്ങൾക്ക് നല്ല മനസ്സ് നൽകണേ റഹ്മാനേ. ആമീൻ. നല്ല മനസ്സ് നൽകണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്തായി ഇനി 10 സ്വലാത്താണുള്ളത്. ഇനി ഒരു സ്വലാത്ത് കൂടി ചൊല്ലുകയാണ്. ഒരു 3 സ്വലാത്ത് കൂടി നമ്മൾ ചൊല്ലുകയാണ്. ആ 3 സ്വലാത്ത് ചൊല്ലിയിട്ട് ഉസ്താദ് പറയുമ്പോ നിങ്ങളെ 2 കൈ കൊണ്ട് തടവി കൊടുക്കണം. അല്ലാഹ് അല്ലാഹ് സ്വലാത്ത് കൊണ്ട് സ്വലാത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മരുന്നാക്കണേ അല്ലാഹ്. ആമീൻ. 2 കൈയും ഉയർത്തിപ്പിടിച്ച് ചൊല്ലിക്കോളി ഒരു 3 വട്ടം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدانها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم الحمد لله. 4 സ്വലാത്തായി എല്ലാവരും എൻ്റെ കയ്യിലൂത ഇൻഷാ അല്ലാഹ്. എല്ലാവരും തല മുഴുവനും തടവുക, മുഖം തടവുക, പിരടി തടവുക, കഴുത്തു തടവുക. അല്ലാഹ് എല്ലാ മുഅ്മിനീങ്ങളും തലയും കണ്ണും മുഖവും ചെവിയും പിരടിയും കഴുത്തൊക്കെ എല്ലാവരും തടവിക്കൊടുക്കി തിബ്ബുസ്വലാത്തിലൂടെ ഞങ്ങളെ തലവേദന മാറ്റി അല്ലാഹ്. മൈഗ്രീന്റെ വേദന മാറ്റി അല്ലാഹ്. തലകറക്കം മാറ്റി അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ജോലി ചെയ്യുന്നവരാണ്. ഒരു തലവേദന വന്നാൽ ടയേർഡായി പോകും. ഞങ്ങൾക്ക് വലിയ താങ്ങാൻ കഴിയാത്ത തലവേദന തരല്ലേ അല്ലാഹ്. തലവേദനയുള്ളവർക്ക് തിബ്ബുസ്വലാത്ത് ചൊല്ലി തടവുന്ന ബറക്കത്ത് കൊണ്ട് നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ കണ്ണിന് കാഴ്ച തരണേ, ഞങ്ങളെ കണ്ണിന് കാഴ്ച നിലനിർത്തണേ, കാതിന് കേൾവി ശക്തി തരണേ, മുഖത്തുള്ള മുഖക്കുരുവും പാടുകളും എല്ലാം നീ മാറ്റിത്തരണേ, കഴുത്ത് വേദന മാറ്റിത്തരണേ, പിരടി വേദന മാറ്റിത്തരണേ. അൽഹംദുലില്ലാഹ്. ഇനി ഒരു 3 സ്വലാത്ത് കൂടി ചൊല്ലുകയാണ്. എല്ലാവരും ചൊല്ലിക്കോളേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. الحمد لله. 7 തിബ്ബ് സ്വലാത്തായി 2 കൈയിലൂത ഇൻഷാ അല്ലാഹ്. എല്ലാവരും നെഞ്ച് തടവുക, മാറ് തടവുക, വയറ് മുഴുവനായിട്ടും തടവിക്കൊടുക്കുക. 2 ഷോൾഡർ മുതൽ കൈ മുഴുവനായിട്ടും തടവിക്കൊടുക്കുക. എല്ലാവരും ആ വേദനയങ്ങള്ള മാറ്റിത്തരട്ടെ, ആ കടച്ചിലല്ലാഹു മാറ്റിത്തരട്ടെ, കയ്യിന്റെ തരിപ്പല്ലാഹു മാറ്റിത്തരട്ടെ, നെഞ്ച് വേദന മാറ്റി റബ്ബേ, അറ്റാക്ക് സുഖപ്പെടുത്തു റബ്ബേ, ശ്വാസം മുട്ടല് സുഖപ്പെടുത്തു റബ്ബേ. കുറച്ചങ്ങ് നടന്നാല് കതപ്പ് വരെയാണ്, ക്ഷീണം വരെയാണ്, തളർച്ച വരെയാണ്. തിബ്ബു സ്വലാത്തിലൂടെ ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്. നീ ശിഫയാക്ക് റബ്ബേ. വയറുവേദന മാറ്റിത്തരണമല്ലാ, അടിവയറ്റിലെ വേദന മാറ്റിത്തരണമല്ലാ. ഞങ്ങളെ വയറ്റിലോ മാറത്തോ ശരീരത്തിലോ കുരുവുണ്ടെങ്കിൽ മുഴയുണ്ടെങ്കിൽ തിബ്ബു സ്വലാത്തിലൂടെ മാറ്റിത്തരണമല്ലാ. ജോലി ചെയ്യുന്നവരാണ് അല്ലാ. ഞങ്ങളെ സഹോദര സഹോദരിമാരെ പലർക്കും ഷോൾഡർ വേദനയാണ്, കൈകാല മുട്ട് വേദനയാണ്. തിബ്ബു സ്വലാത്തിലൂടെ സുഖപ്പെടുത്തി തരണേ അല്ലാ. അൽഹംദുലില്ലാഹ്. 7 സ്വലാത്ത് നമ്മൾ ചൊല്ലിയല്ലോ. ഇനി ഇൻഷാ അല്ലാഹ് ഒരു 4 സ്വലാത്ത് കൂടിയാണ് ബാക്കിയുള്ളത്. ഈ സ്വലാത്ത് ചൊല്ലുമ്പോ മുഅ്മിനീങ്ങളെ നിങ്ങളെ കൈകളിൽ ഊതണം, കൈകളിൽ ഊതിയിട്ട് ശരീരത്തിലൊക്കെ തടവിക്കൊടുക്കണം. അല്ലാഹു നമുക്ക് സ്വലാത്തിലൂടെ വലിയ ശിഫ അല്ലാഹ് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ഒരു 4 സ്വലാത്ത് കൂടിയുണ്ട്, അതിൽ നിന്ന് 3 എണ്ണം എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ وعافية الأبدان وشفائها
ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وخدادها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. അൽഹംദുലില്ലാ. 10 സ്വലാത്ത് എല്ലാവരും രണ്ട് കൈയിലൂതി ഇൻഷാ അല്ലാഹ് നിങ്ങളെ തുടയുടെ ഭാഗം തടവിക്കൊടുക്കുക, കാൽമുട്ട് തടവിക്കൊടുക്കുക, കാലിന്റെ അടിവരെ എല്ലാവരും തടവിക്കൊടുക്കി. എല്ലാവരും അർഹമുർറാഹിമായ റബ്ബേ തിബ്ബുസ്സലാത്ത് ചൊല്ലിയിട്ട് ഞങ്ങളെ കാൽ മുഴുവനും തടവി ഞങ്ങളെ തുടവേദന മാറ്റുക അല്ലാഹ്. കാൽമുട്ടിൽ ഞങ്ങൾ തടവി മുട്ടുവേദന മാറ്റിത്തരണമല്ലാഹ്. എത്ര ഉമ്മമാരാണ് കാൽമുട്ട് വേദന കൊണ്ട് സഹിക്കാൻ കഴിയാത്തവര് സ്വലാത്തിലൂടെ ഞങ്ങളെ പാവപ്പെട്ട ഉമ്മമാരെ കാൽമുട്ട് വേദന മാറ്റിക്കൊടുക്ക റബ്ബേ. ചിരട്ട മാറ്റിവെച്ചവരുണ്ട്, മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാര് അഭിപ്രായം പറഞ്ഞതുണ്ട്. മാറ്റിവെക്കാതെ സുഖപ്പെടുത്തണേ അല്ലാഹ്. കൈകാലുകൾക്ക് മസിൽ കയറുന്ന വേദന മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെ കാലിന്റെ അടിയിലൂടെ ചൂട് കയറുന്ന വേദന, കാൽവേദന, നടക്കാൻ കഴിയാതെ ആമവാദം വന്ന് കാലൊന്ന് നിലത്ത് പോലെ വെക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരെ അല്ലാഹ് തിബ്ബുസ്സലാത്തിലൂടെ മാറ്റി റബ്ബേ. കുഴിനകം തിബ്ബുസ്സലാത്തിലൂടെ മാറ്റണം അല്ലാഹ്. കാല് വിള്ളിച്ച തിബ്ബുസ്സലാത്തിലൂടെ മാറ്റണം അല്ലാഹ്. ഞങ്ങള് സ്വലാത്ത് ചൊല്ലി തടവിയ ഈ രണ്ട് കാലിൽ ഏതെങ്കിലും ഒരു കാലിന് കടച്ചിലുണ്ടോ, തരിപ്പുണ്ടോ, വേദനയുണ്ടോ, സ്വലാത്തിലൂടെ മാറ്റണേ അല്ലാഹ്. സ്വലാത്തിലൂടെ മാറ്റണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് തന്ന അവയവങ്ങളിൽ നിന്ന് ഒന്നുപോലും മരിക്കുന്നതിന് മുമ്പ് മുറിച്ച് മാറ്റേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ തന്ന സർവ്വ അവയവങ്ങൾക്കും ആഫിയത്ത് തരണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 10 സ്വലാത്തായി, ഇനി 11ാമത്തെ സ്വലാത്താണ്. ആ 11ാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ വീട്ടിലൊക്കെ സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മാമമാരുണ്ട്. മാസങ്ങളായി വെന്റിലേറ്ററിലാണ്, ഐസിയിലാണ്, വീട്ടിലാണ്, ഒരേ ഒരു കിടപ്പാണ്. സ്ട്രോക്ക് കയറി തളർന്നു പോയവർ എത്രയാണ്. കൈകാലുകൾക്ക് അപകടം പറ്റി കമ്പീട്ട് കിടക്കുന്നവർ എത്രയാണ്. പ്രായമുള്ള ഉമ്മമാരില്ലേ, പ്രായമുള്ള ഉപ്പമാരില്ലേ, സുഖമില്ലാത്ത ഭർത്താക്കന്മാര്, ഭാര്യമാരില്ലേ, ചെറിയ കുഞ്ഞുമക്കളില്ലേ, സ്പൈനൽ കോഡിലെ ഓപ്പറേഷൻ കഴിഞ്ഞ് അനങ്ങാൻ പോലും കഴിയാതെ റബ്ബേ ഊരവേദന വന്ന് കാലിൽ മണൽ തൂക്കി കിടക്കുന്നവർ എത്രയാണ്. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ആളുകളെ ഇനി ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ പ്രിയപ്പെട്ടവരെ, ആ സ്വലാത്ത് ചൊല്ലി നിങ്ങൾ അവരെ മന്ത്രിച്ചു കൊടുക്കണേ. ചെറിയ കുഞ്ഞുമക്കളുണ്ടല്ലോ, നടക്കേണ്ട പ്രായമായിട്ടവർക്ക് നടക്കാൻ കഴിയുന്നില്ല, കഴുത്തുറയ്ക്കേണ്ട പ്രായമായിട്ട് കഴുത്തുറച്ചിട്ടില്ല. റബ്ബേ, അവരെയൊക്കെ നിങ്ങൾ ആ തിബ്ബുസ്വലാത്ത് ചൊല്ലി മന്ത്രിക്കണം. ഇനി 11ാമത്തെ തിബ്ബുസ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത്
അവർക്ക് വേണ്ടിയിട്ടാണ്. വീൽ ചെയറിൽ ഇരുന്ന് സഞ്ചരിക്കുന്നവരില്ലേ, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നവരില്ലേ, നിങ്ങൾ അവരെ മന്ത്രിച്ചു കൊടുക്കണം. നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുമെന്ന വിശ്വാസത്തോടെ 11ാമത്തെ തിബ്ബുസ്വലാത്ത് ചൊല്ലുകയാണ്. എല്ലാവരും ഏറ്റു ചൊല്ലണം കേട്ടോ. നമ്മൾ ചൊല്ലുന്നത്, നമ്മൾ 11ാമത്തെ തിബ്ബുസ്വലാത്ത് ചൊല്ലുമ്പോ നമുക്ക് അല്ലാഹു അങ്ങനത്തെ രോഗങ്ങളൊന്നും തന്നിട്ടില്ല. അങ്ങനത്തെ രോഗങ്ങളുള്ള പാവങ്ങൾ നമ്മുടെ മജ്‌ലിസിലുണ്ട്. അവർക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ, അവർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ചൊല്ലിക്കോളെ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഖൂത്തിൽ അർവാഹി വഹദാദിഹാ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അൽഹംദുലില്ലാഹ്. എല്ലാവരും കയ്യിലൂതി മുഖമൊക്കെ തടവുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മൾ ചൊല്ലിയ സ്വലാത്ത് അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. മനസ്സ് നന്നാക്കണേ റഹ്മാനേ. നല്ല ഒരു മരണം നൽകണേ അല്ലാഹ്. മരണശേഷം ഞങ്ങൾക്ക് കിടക്കാനുള്ള ഖബർ ഞങ്ങളെ മജ്‌ലിസിലൂടെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇത്രയും മണിക്കൂർ ചൊല്ലിയ ദിക്റൊക്കെ ഞങ്ങൾക്ക് കിടക്കാനുള്ള ഖബർ വെളിച്ചമാകാൻ കാരണമാക്കണേ അല്ലാഹ്. റബ്ബേ, പരലോകത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നന്മയുടെ തുലാസിന് കനം തൂക്കണം അല്ലാഹ്. വലയിൽ കിതാബ് തരണം അല്ലാഹ്. അർശിന്റെ തണൽ നൽകണം അല്ലാഹ്. സിറാത്ത് മാന വിട്ടുകിടത്തണേ അല്ലാഹ്. നരകത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെ വീട്ടണം അല്ലാഹ്. കടങ്ങളെ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിലുള്ള മുറാദ് നീ ഹസുലാക്ക് അല്ലാഹ്. മനസ്സിന്റെ അകത്തുള്ള നിയ്യത്തുകളെ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. മനസ്സിലുള്ള സർവ്വ നിയ്യത്തുകളും സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ ടെൻഷനുകൾ മാറ്റണം അല്ലാഹ്. ഞങ്ങളെ വിഷമങ്ങളെ മാറ്റണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ മാറ്റണം അല്ലാഹ്. ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റണം അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ രോഗങ്ങളെല്ലാം ശിഫയാക്ക് റബ്ബേ. ക്യാൻസർ സുഖപ്പെടുത്ത് റബ്ബേ. ട്യൂമർ സുഖപ്പെടുത്ത് റബ്ബേ. ഞങ്ങൾക്ക് ആർക്കും ക്യാൻസർ തരല്ലേ അല്ലാഹ്. എല്ലാവർക്കും ശിഫ നൽകണേ അല്ലാഹ്. അറ്റാക്ക് സുഖപ്പെടുത്തണേ അല്ലാഹ്. കിഡ്നി തകരാറില്ലാതെ സുഖപ്പെടുത്തണേ അല്ലാഹ്. ഹാർട്ടിന്റെ ഹോൾസ് അടച്ചു തരണേ അല്ലാഹ്. ക്രിയേറ്റ് നോർമലാക്കി തരണേ അല്ലാഹ്. ഡയാലിസ് ചെയ്യുന്നവർ, കീമോ ചെയ്യുന്നവർ, റേഡിയേഷൻ ചെയ്യുന്നവർ, അവരെ ക്ഷീണമെല്ലാം മാറ്റിയിട്ട് അവർക്കും ഞങ്ങൾക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ശക്തി നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ കൊണ്ട് ഈ നാടിന് ഉപകാരമുള്ള കാലത്തോളം, ഈ സമൂഹത്തിന് ഞങ്ങളെ കൊണ്ട് ഉപകാരമുള്ള കാലത്തോളം, ദീനിന് ഞങ്ങളെ കൊണ്ട് ഉപകാരമുള്ള കാലത്തോളം ഞങ്ങളെ നീ രോഗികളാക്കി തളർത്തിക്കളയല്ല അല്ലാഹ്. ഉമ്മായുടെ ഗർഭാശയത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് തന്ന അവയവങ്ങൾ മരണം വരെ മുറിച്ച് മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും തരല്ലേ റബ്ബേ. ഞങ്ങളെ പ്രായത്തിനനുസരിച്ച്, ഞങ്ങളെ ശരീരത്തിനനുസരിച്ചിട്ടുള്ള ആഫിയത്ത് എത്ര വേണോ നീ അത് നിലനിർത്തി തരണേ റഹ്മാൻ. റബ്ബേ, തലവേദന മാറ്റണേ, മൈഗ്രീന്റെ വേദന മാറ്റണേ, തലകറക്കം മാറ്റണേ, തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്നത് മാറ്റിത്തരണേ, കണ്ണിന് കാഴ്ച തരണേ, കാതിന് കേൾവി ശക്തി തരണേ, പല്ലുവേദന മാറ്റിത്തരണേ, വായിലെ വയറ്റിലെ പുണ്ണ് സുഖപ്പെടുത്തണേ, അൾസർ സുഖപ്പെടുത്തണേ, കഴുത്ത് വേദന, പെരടി വേദന, നെഞ്ചുവേദന, പുറം വേദന, വയറുവേദന, അടിവയറ്റിലെ വേദന മാറ്റിത്തരണേ, കൈകാല് മുട്ട്, ഷോൾഡർ വേദന, കടച്ചില്, തരിപ്പ് എല്ലാം സുഖപ്പെടുത്തണം അല്ലാഹ്. കാൽമുട്ട് വേദന സുഖപ്പെടുത്തണം അല്ലാഹ്. കൈകാലുകൾക്ക് മസില് കയറുന്ന വല്ലാത്ത വേദന മാറ്റിത്തരണേ റഹ്മാൻ. കാലുകളിൽ മന്ത് ബാധിച്ചത് സുഖപ്പെടുത്തണേ
സുഖപ്പെടുത്തണേ അല്ലാ. കൈകാല് വെള്ളിച്ച സുഖപ്പെടുത്തണേ അല്ലാ. കുഴിനകം സുഖപ്പെടുത്തണേ അല്ലാ. മുഖക്കുരു വെള്ളപ്പാണ്ട് കലകളും കുരുകളും സുഖപ്പെടുത്തണേ റഹ്മാനെ. അല്ലാ, ഞങ്ങളെ ശരീരത്തിൽ ഞങ്ങൾ അറിയാത്ത രോഗങ്ങളുണ്ടോ നീ സുഖപ്പെടുത്ത റബ്ബേ. ആഫിയത്ത് നൽക റബ്ബേ. അല്ലാ, മാരകമായ രോഗങ്ങളുണ്ടെങ്കിൽ ഈ മജ്ലിസിലൂടെ കരിച്ചു കളയ അല്ലാ. ക്ഷീണം മാറ്റണേ, കിതപ്പ് മാറ്റണേ, കൊയക്ക് മാറ്റണേ അല്ലാ. ഞങ്ങളെ ഉമ്മമാർക്ക് ആഫിയത്ത് നൽകണേ, ഞങ്ങളെ ഉപ്പമാർക്ക് ആഫിയത്ത് നൽകണേ. മക്കള് മരുമക്കൾ പേരമക്കൾക്ക് റാഹത്ത് നൽകണേ. ഞങ്ങളെ ഭാര്യമാർക്ക് ദീർഘായുസ് കൊടുക്കണേ. ഞങ്ങളെ ഭാര്യമാർക്ക് ആഫിയത്ത് കൊടുക്കണേ. ഞങ്ങളെ ഭാര്യമാരെ സ്വാലിഹത്താക്കണേ. ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് സന്തോഷം നൽകണേ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ. ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ. ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ. ഭർത്താവിന്റെയും ഭാര്യയുടെയും കുടുംബങ്ങൾ, ജ്യേഷ്ഠ സഹോദരങ്ങൾ, അവരുടെ ഭാര്യമാർ, അവരുടെ ഭർത്താക്കന്മാര്, കുടുംബങ്ങളെ അല്ലാ അവർക്കൊക്കെ നീ റാഹത്ത് നൽകുക അല്ലാ. പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്കണേ. തൈറോയ്ഡ്, വെരിക്കോസിസ്, സോറിയാസിസ്, സാമവാത, രക്തവാതം സുഖപ്പെടുത്തണേ. അലർജി സുഖപ്പെടുത്തണേ. അപസ്മാര സുഖപ്പെടുത്തണേ. ശ്വാസം മുട്ടല് മാറ്റിത്തരണേ അല്ലാഹുവേ. കൊറോണയെ തൊട്ട് ഞങ്ങളെ കാക്ക റബ്ബേ. നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. അപകടത്തിൽ പെടുത്തല്ല, പ്രളയങ്ങളിൽ കൊടുത്തല്ല, പ്രകൃതി ദുരന്തങ്ങളിൽ പെടുത്തല്ല. ഒരു ഷർറിലും ഞങ്ങളെ കൊടുക്കല്ലേ. സിഹർ ബാത്തിലാക്കണേ, കണ്ണേറ് ബാത്തിലാക്കണേ, കണ്ണേറ് ബാത്തിലാക്കണേ, കണ്ണേറ് ബാത്തിലാക്കണേ, പോര് ബാത്തിലാക്കണേ, കൈവിഷം ബാത്തിലാക്കണേ. ഞങ്ങളെ വലതും ഇടതും മുകളിലും താഴെയും ഞങ്ങളെ ചുറ്റുപാടിലും മഹാന്മാരെ കാവല് തരണേ. ആകാശത്തിൽ നിന്നൊരു ഷർറിലും ഞങ്ങളെ കൊടുക്കല്ല. ഭൂമിയിൽ നിന്ന് വരുന്ന ഷർറില് ഞങ്ങളെ കൊടുക്കല്ല. വെള്ളത്തിൽ നിന്ന് വരുന്ന ഷർറില് ഞങ്ങളെ കൊടുക്കല്ല. വായുവിൽ നിന്ന് വരുന്ന ഷർറില് ഞങ്ങളെ കൊടുക്കല്ല. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ. ഞങ്ങൾ കരുതിയ പ്ലാനിൽ വീട് വെക്കാൻ തൗഫീക്ക് നൽകണേ. തുടങ്ങി വെച്ചത് ബുദ്ധിമുട്ടില്ലാതെ പൂർത്തിയാക്കി തരണേ. വഴിയില്ലാത്തവർക്ക് വഴി നൽകണേ. കിണറ്റില് വെള്ളം നൽകണേ. കുയൽ കിണറിൽ വെള്ളം നൽകണേ. നല്ല ബറക്കത്തുള്ള ഉറവ നൽകണേ. വേനലും വറ്റാത്ത വെള്ളം തരണേ. വേനലിലും വറ്റാത്ത വെള്ളം തരണേ. എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളം തരണേ. നാട്ടുകാർക്ക് കുടിക്കാനുള്ള വെള്ളം തരണേ. അയൽവാസികൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം തരണേ. പാറ കണ്ടവരുണ്ട്, പൊട്ടിക്കാൻ ഒരുങ്ങുന്നവരുണ്ട്. പൊട്ടിക്കുന്നത് മുതലാക്കണേ റഹ്മാനേ. വെള്ളം കൊടുക്കണേ റഹ്മാനേ. കുഴൽ കിണറടിച്ചിട്ട് വെള്ളം കാണാത്തവരുണ്ട്, നീ വെള്ളം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ബിസിനസ്സുകൾ ഉയർത്തണേ അല്ലാ. ബിസിനസ്സിൽ ഇസ്സത്ത് നൽകുക അല്ലാ. ലാഭകരമായ ബറക്കത്തുള്ള കച്ചവടം ബിസിനസ്സിൽ നൽകുക റബ്ബേ. കച്ചവടത്തിൽ ബറക്കത്ത് നൽകുക റബ്ബേ. നാട്ടിലും ഗൾഫിലും ബിസിനസ്സിലും കച്ചവടത്തിലും ബറക്കത്ത് നൽകുക റബ്ബേ. ഞങ്ങളെ സംരംഭങ്ങളെല്ലാം വിജയിപ്പിക്കുക റബ്ബേ. ഞങ്ങളെ തുടങ്ങി വെച്ചത് കരുതിയ സംരംഭങ്ങൾ, ഞങ്ങളെ സ്വപ്നങ്ങളെല്ലാം പൂവണിക്കണേ റഹ്മാൻ. അതിനെതിരെ തടസ്സങ്ങളുണ്ടെങ്കിൽ ഖുതുബുല്ലാലമിനെ കൊണ്ട് തട്ടി മാറ്റുക അല്ലാ. കച്ചവടക്കാർക്ക് ബറക്കത്ത് നൽകുക അല്ലാ. ഡ്രൈവർമാർക്ക് ബറക്കത്ത് നൽകുക അല്ലാ. മുതലാളിമാർക്ക്, തൊഴിലാളികൾക്ക് ബറക്കത്ത് നൽകുക അല്ലാ. മത്സ്യ കച്ചവടക്കാർക്ക്, കൂലിപ്പണിക്കാർക്ക്, തെരുവോയ കച്ചവടക്കാർക്ക് ബറക്കത്ത് നൽകുക അല്ലാ. പ്രവാസികൾക്ക് ബറക്കത്ത് നൽകുക അല്ലാ. റഹ്മത്ത് നൽകുക അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുക അല്ലാ. വിസ റെഡിയാക്കണേ അല്ലാ. ഇഖാമയുടെ പ്രശ്നം റെഡിയാക്കണേ അല്ലാ. പാസ്പോർട്ടിന്റെ പ്രശ്നം റെഡിയാക്കണേ അല്ലാ. ജയിലിൽ കഴിയുന്നവരെ മോചിപ്പിക്കുക അല്ലാ. നാട്ടിലും ഗൾഫിലും ജയിലിൽ കഴിയുന്നവരെ മോചിപ്പിക്കുക അല്ലാ. നീ മോചിപ്പിക്കുക അല്ലാ. നീ മോചിപ്പിക്കുക അല്ലാ. ഇന്നും ഒരു ഉമ്മ വന്ന പൊട്ടിക്കരഞ്ഞ എന്റെ പൊന്നുമോ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ഉസ്താദ് ദുആയിരിക്കണം. ഗൾഫിലാണ് എന്റെ പൊന്നുമോന് രക്ഷപ്പെടാൻ ദുആയിരിക്കണം അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് നീ രക്ഷ നൽകണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ആരൊക്കെ ഞങ്ങളോട് ദുആയിരിക്കാൻ ഏൽപ്പിച്ചോ അവർക്കൊക്കെ ബർക്കത്ത് നൽകണേ. ഓലൊക്കെ മുറാദ് ഹാസിലാക്കണേ. ഞങ്ങളെ മജ്ലിസ് കാണുന്ന അമ്മമാർക്ക് സമാധാനം നൽകണേ. അച്ഛന്മാർക്ക് സമാധാനം നൽകണേ. ഇന്നലെ രാത്രി മജ്ലിസ് കഴിഞ്ഞേക്കൊരു അച്ഛൻ വന്ന് വീട്ടിലെ സങ്കടം പറഞ്ഞ് വല്ലാത്ത വിഷമം പറഞ്ഞ് കണ്ണിനീരോടെയാണ് മടങ്ങിപ്പോയത് റബ്ബേ. ആ അച്ഛന്റെ എല്ലാ വിഷമവും നീ മാറ്റി കൊടുക്കണേ. അസുഖങ്ങളൊക്കെ സുഖപ്പെടുത്തണേ. എന്നും അയൽപ്പക്കത്തെ മുസ്ലിം വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ
കുടിക്കാറുണ്ട്, മജ്ലിസിൽ വെച്ച വെള്ളം കുടിക്കാറുണ്ടെന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട അച്ഛന്റെ അസുഖം മാറാൻ ഈ മക്കളുടെ വീട്ടിലേക്ക് ഇന്നലെ കയ്യിൽ ഒരു 786 രൂപ തന്നിട്ടാണ് മടങ്ങിപ്പോയത്. റബ്ബേ, ആ അച്ഛന്റെ രോഗത്തിന് ശിഫ നൽകുക അല്ലാ. മോളെ തീരുമാനിച്ചു വെച്ച കല്യാണ ഭംഗിയായി നടത്തി കൊടുക്കുക അല്ലാ. വീട്ടിലെ അച്ഛൻ പറഞ്ഞ വിഷമം മാറ്റി കൊടുക്കുക അല്ലാ. റബ്ബേ, ഞങ്ങൾ അയൽവാസികൾക്ക് ബറക്കത്ത് നൽകണേ, ഞങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ, തെറ്റി നിൽക്കുന്നവരെ ഒന്നിപ്പിക്കണേ, മദ്യപാനം മാറ്റിത്തരണേ, ലഹരി ഉപയോഗം മാറ്റിത്തരണേ, എടുത്തുചാട്ടം മാറ്റിത്തരണേ, സന്തോഷ ജീവിതം നൽകണേ അല്ലാ. നീ തന്ന വാഹനത്തിൽ ബറക്കത്ത് നൽകണേ, നീ തന്ന വീട്ടിൽ ബറക്കത്ത് നൽകണേ. ഇന്ന് ലൈവ് നടക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട അലിക്കാക്കും കുടുംബത്തിനും ബറക്കത്ത് നൽകണേ. അവരെ ഉമ്മ ബാപ്പ ആഫിയത്ത് നൽകണേ, ദീർഘായുസ്സു നൽകണേ, റാഹത്ത് നൽകണേ, അസുഖങ്ങളെല്ലാം മാറ്റണേ. അവരുടെ അമ്മാവിന് ആഫിയത്ത് നൽകണേ, ശിഫ നൽകണേ, വേദന മാറ്റി കൊടുക്കണേ, റാഹത്ത് നൽകണേ. അവരുടെ ഉമ്മയുടെ ബാപ്പയുടെ കുടുംബങ്ങൾക്ക് ബറക്കത്ത് നൽകണേ. അലിക്കാക്ക് നീ ദീർഘായുസ്സു നൽകണേ, ബറക്കത്ത് നൽകണേ, റാഹത്ത് നൽകണേ. അവരെ ഭാര്യ, അവരെ മക്കളെ, ഭാര്യ കുടുംബങ്ങൾ റബ്ബേ നീ അവർക്ക് ഖൈറ് കൊടുക്കണേ, റഹ്മത്ത് നൽകണേ. അവരുടെ സംരംഭങ്ങൾ തുടങ്ങി വച്ചതും എഴുതുന്നതും എല്ലാം നീ വിജയിപ്പിക്കണേ. ഒരു ഷർറിലും കൊടുക്കല്ലേ, ഒരു തടസ്സങ്ങളിലും പെടുത്തല്ല, ഒരു പ്രയാസങ്ങളിലും പെടുത്തല്ല. അലിക്കാന്റെ കൂട്ടുകാർക്ക് ബർക്കത്ത് നൽകണേ, റഹ്മത്ത് നൽകണേ. അല്ലാഹുവേ, ഞങ്ങളെ ഫിറുക്കാക്ക് നീ റാഹത്ത് നൽകണേ, അവരെ കുടുംബത്തിലെ ഖൈറ് നൽകണേ. അവരെ മാതാപിതാക്കൾക്ക്, ഭാര്യമാർക്ക്, മക്കൾക്ക്, അവരെ കുടുംബങ്ങളിൽ റഹ്മത്ത് നൽകണേ. അല്ലാഹ്, മോന്റെ കല്യാണം കഴിഞ്ഞ് സന്തോഷത്തിലാക്കണേ. അവരുടെ എല്ലാ സംരംഭങ്ങളും നീ വിജയിപ്പിക്കണേ. എന്ത് തടസ്സമുണ്ടെങ്കിലും ശൈഖുനാനെ കൊണ്ട് ബാത്തിലാക്കണേ. എന്ത് തടസ്സമുണ്ടെങ്കിലും ശൈഖുനാനെ കൊണ്ട് റാഹത്തിലാക്കണേ. ഞങ്ങളെ പ്രിയപ്പെട്ട ഫൈസൽ കാക്ക റാഹത്ത് നൽകണേ. അല്ലാഹ്, ഖുതുബുൽ ആലം ശൈഖുനാനെ കൊണ്ട് സ്വാലിഹായ മക്കളെ നൽകണേ, സ്വാലിഹായ മക്കളെ നൽകണേ, സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നൽകണേ. എന്ത് തടസ്സമുണ്ടോ മാറ്റണേ അല്ലാ, എന്ത് തടസ്സമുണ്ടോ മാറ്റണേ അല്ലാ, എന്ത് തടസ്സമുണ്ടോ മാറ്റണേ അല്ലാ. മാതാപിതാക്കൾ, ഭാര്യ കുടുംബങ്ങൾ റബ്ബേ നീ റാഹത്ത് നൽകണേ. ഫൈസൽ ഖാന്റെ അമ്മാവൻ, അവരുടെ ഭാര്യ റബ്ബേ അവർക്ക് ശിഫ നൽകണേ, ആഫിയത്ത് നൽകണേ, പരിപൂർണ ശിഫ നൽകണേ. അല്ലാഹ്, ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മജ്ലിസിലുണ്ട് അല്ലാഹുവേ, അലിഖാന്റെ അയൽവാസികളുണ്ട്, കുടുംബങ്ങളുണ്ട്. അല്ലാഹ്, നീ അവർക്കെല്ലാം ഖൈറ് നൽകണേ, അവരുടെ വിഷമങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ, റാഹത്ത് നൽകുക അല്ലാഹ്, ആഫിയത്ത് നൽകുക അല്ലാഹ്. ഈ കുടുംബത്തിലും ഞങ്ങളെ കുടുംബത്തിലും ബറക്കത്ത് നൽകുക അല്ലാഹ്. ഈ നാട് ബറക്കത്തുള്ള നാടാക്ക റബ്ബേ. ഈ നാട്ടിൽ നിന്ന് മരിച്ചോല ഖബർ സ്വർഗ്ഗാക്ക റബ്ബേ. പാവപ്പെട്ട എന്റെ ഉമ്മ ഖബറിലാണ്, സ്വർഗ്ഗം കൊടുക്ക റബ്ബേ. മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾക്ക് സ്വർഗ്ഗം കൊടുക്കുക അല്ലാഹ്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന പാഴൂര് മഹലിലെ പ്രിയപ്പെട്ട സെക്രട്ടറി ബാവാക്ക ഖബർ സ്വർഗ്ഗമാക്കുക അല്ലാഹ്. ബാവാക്കാന്റെ ഖബർ സ്വർഗ്ഗാക്കുക അല്ലാഹ്. നീ സ്വർഗ്ഗം നൽകണേ റഹ്മാൻ. മരണപ്പെടുന്ന സമയത്ത് ഈമാനോടെ മരിപ്പിക്കണേ അല്ലാഹ്. അപ്പേ, ഞങ്ങൾ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ മക്കയിലുണ്ട്, അവരുടെ ഉംറ കബൂലാക്കണേ, അവരെ രോഗങ്ങളെ മാറ്റണേ, അവർക്ക് ആഫിയത്ത് നൽകണേ. നാളെ അവര് മദീനത്ത് പോവാണ്, എല്ലാ റാഹത്തിലാക്കണേ, എല്ലാ സന്തോഷത്തിലാക്കണേ. ഞങ്ങൾക്ക് ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് നൽകണേ. അറിവിന്ദിലാവിന്റെ യതീമക്കളെ സ്നേഹ വീട്ടിലേക്ക് സഹായിച്ചവരുണ്ട്, നീ അവരെ സഹായിക്കണേ, നീ അവർക്ക് സ്വർഗം നൽകണേ, അവരെ വിഷമങ്ങളെ മാറ്റണേ, അവരെ പ്രയാസങ്ങൾ നീക്കണേ, അവരെ മുറാദ് ഹാസിലാക്കണേ. അവർക്ക് നീ രണ്ട് ലോകത്തും ഖൈറ് കൊടുക്ക റബ്ബേ. അല്ലാഹ്, ഞങ്ങളെ ബന്ധങ്ങളെല്ലാം സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്ക റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. മടവൂർ ശൈഖുനാന്റെ കാബിൽ തരണേ, അവിടുത്തെ തിരുനോട്ടം തരണേ, അവിടുത്തെ പൊരുത്തം തരണേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഖൈറിന്റെ വഴികൾ, ഖൈറായ സമയം, ഖൈറായ ദിവസം ഞങ്ങളിലേക്ക് ഖൈറായ സമയത്തിനെ അടുപ്പിച്ചു തരണം അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുവേ, ഇന്നലെ ഇബ്രാഹിം ഖാന്റെ വീട്ടിലെ ലൈവ് നടന്നപ്പോ അവിടെ വന്ന് ദുആരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ഉമ്മമാര് ഉപ്പമാരുണ്ട്. അല്ലാഹ്, അവരുടെ അയൽവാസികൾ, അവർക്കൊക്കെ നീ റാഹത്ത് നൽകണേ റഹ്മാൻ. ഇന്നിവിടെ ലൈവ് കേൾക്കാവുന്നവര്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവര് എല്ലാവർക്കും എല്ലാവരുടെ കാര്യങ്ങളും നീ റാഹത്താക്കി കൊടുക്കുക അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ
അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, ഇന്ന് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു കൊടുത്തൊരു പ്രിയപ്പെട്ടവരുടെ സോപ്പും പൊടിയുടെ ആ ഒരു ബിസിനസ്, ആ ഒരു സംരംഭം റബ്ബേ നീ അതിൽ വലിയ ബറക്കത്ത് നൽകുക അല്ലാഹ്, റഹ്മത്ത് നൽകുക അല്ലാഹ്, റാഹത്ത് നൽകുക അല്ലാഹ്, സന്തോഷം നൽകുക അല്ലാഹ്, അവർക്ക് നല്ല കച്ചവടം നൽകുക റബ്ബേ. അവിടെ ചെന്നപ്പോ കുറെ ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു റബ്ബേ. കുറെ സഹോദര സഹോദരിമാര് ആ ഉദ്ഘാടന സമയത്ത് അവിടെ എത്തിയിട്ടുണ്ട്, ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. അവർക്കൊക്കെ നീ സമാധാനം കൊടുക്കണം അല്ലാഹ്. ഇന്നലെ ഞങ്ങള് പാണ്ടിക്കാടിലും പാലക്കാടിലും അവിടെയൊക്കെ ഉദ്ഘാടനത്തിന് പോയപ്പോ കുറെ ആളുകൾ വരുന്നുണ്ടെന്നറിഞ്ഞ് അവിടെ എത്തിയവരുണ്ട്. തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വരുന്നത് വരെ കാത്തിരുന്ന് ദ്വാരക്കണട്ടോ എന്ന് പറഞ്ഞൊരു വസിയത്ത് ചെയ്ത് റബ്ബേ അവരുടെ മുറാദൊക്കെ നീ ഹസുലാക്കുക അല്ലാഹ്. അവരുടെ നിയ്യത്തുകളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്ക റബ്ബേ. ആ കടകളിലും ഹോട്ടലുകളിലും ആ സംരംഭങ്ങളിലും ഷോപ്പുകളിലൊക്കെ വലിയ ലാഭകരമായ ബറക്കത്തുള്ള കച്ചവടം നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.